നമസ്കാരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധിയുടെ പകർപ്പ് ന്യൂസ് ഇന്ത്യ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഹർജി തള്ളുകയാണ് എന്നുള്ള ഒരു വരി മാത്രമായിരുന്നു വിധി പ്രസ്താവത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് കർണാടക ഹൈക്കോടതി ഇപ്പോൾ 46 പേജ് വരുന്ന വിശദമായ വിധി പകർപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ അന്വേഷണം തീർത്തും നിയമപരമാണ് എന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നത്. നിയമം പാലിച്ച് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ അന്വേഷണം നടത്തുന്നത് എന്നുകൂടി കർണാടക ഹൈക്കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട്. എന്തായാലും എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിൽ യാതൊരു നിയമ തടസ്സവും ഉണ്ടാവില്ല, അങ്ങനെ ഉന്നയിക്കാനും സാധിക്കില്ല എന്നും കോടതി പറയുന്നു. അന്വേഷണം റദ്ദാക്കാനോ തടയാനോ സാധിക്കില്ല. അന്വേഷണം തടയണം എന്ന് കാട്ടി എക്സാലോജിക്ക് ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കുന്നതല്ല എന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണം ഏത് ഘട്ടത്തിലാണ് SFIക്ക് കൈമാറേണ്ടതെന്ന് കൃത്യമായി നിയമം അനുശാസിക്കുന്നുമുണ്ട്. നിലവിൽ എക്സാലോജിക്കിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു അന്വേഷണം നിയമപരമായതിനാൽ തന്നെ വീണ വിജയന്റെ കമ്പനി സമർപ്പിച്ച ഹർജി തള്ളുന്നു എന്നാണ് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വിധിയിലെ ഓരോ നിരീക്ഷണങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വലിയ പ്രതിരോധമാണ് CPM ഇത് സംബന്ധിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സൈബർ ഇടങ്ങളിൽ സൈബർ സഖാക്കളും അതിനോടൊപ്പം റെഡ് വോളണ്ടിയർമാർ പാർട്ടി ക്ലാസുകളിലും എല്ലാം തന്നെ ഇതിനെ എങ്ങനെ ന്യായീകരിക്കണം എന്നതിനെ കുറിച്ച് പ്രത്യേക ക്ലാസുകൾ തന്നെ CPM അനുഭാവികൾക്ക് നൽകുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ക്ലാസുകൾ നൽകിയാലും ഈ വിധി പ്രസ്താവത്തിലെ ഓരോ വരിയും വീണ വിജയന് വലിയ കുരുക്കിലേക്ക് തന്നെയാണ് ഇനി നയിക്കാൻ പോകുന്നത്. എന്തായാലും ഈ വിധി പ്രസ്താവം തന്നെയായിരിക്കും വരും മണിക്കൂറുകളിൽ മാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.